നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പറ്റിയത്? എന്റെ മക്കൾ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അച്ഛാ, നമ്മുടെ മഞ്ചാടി മോള് മഞ്ചാടി മോൾക്ക് എന്താ പറയാൻ പ്ലീ? അച്ഛനെങ്ങനെ വിഷമിപ്പിക്കാതെ എന്താണെങ്കിലും പറ മക്കളെ. ഒന്നുമില്ല അച്ഛാ, പേടിക്കാനൊന്നുമില്ല. രാത്രി ഒരു 12 മണിയായപ്പോ ശബരി വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചത്? നമ്മുടെ മഞ്ചാടിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. എന്ത്? എപ്പോ എവിടെ വെച്ച്? അതൊന്നും ഞാൻ ചോദിച്ചില്ല അച്ഛാ. ശബരിയും വീട്ടുകാരും മഞ്ചാടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. രാവിലെ നമ്മൾ അങ്ങോട്ട് ചെന്നാ മതി എന്നാ പറഞ്ഞേ. ഇപ്പോഴാണോ നിങ്ങൾ എന്നെ ഇത് അറിയിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അച്ഛനല്ലേ? നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ഞാനല്ലേ ആദ്യം അറിയേണ്ടത്? ശബരി എന്നല്ലേ ആദ്യം അറിയിക്കേണ്ടത്? രാത്രി ഉറക്കത്തിൽ ഉണർത്തി പറയുമ്പോ അച്ഛന് ഷോക്കായോ എന്ന് കരുതിയാവോ അച്ഛാ? ഞങ്ങളും അത് അച്ഛന് ഉണർന്ന ശേഷം അറിയിക്കാന്ന് വെച്ചേ. ഇത് ശരിയായില്ല. ഇതൊന്നും അല്ല ശരി. നിങ്ങളൊക്കെ മാറിപ്പോയി. എല്ലാരും മാറിപ്പോയി. എന്താ ലക്ഷ്മി ഇതൊക്കെ? നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? ആരും എന്നെ ഒന്നും അറിയിക്കുന്നില്ല. എല്ലാം മുമ്പിൽ നിന്ന് ചെയ്തോണ്ടിരുന്ന ഞാനിപ്പം അവസാന നിമിഷ ലക്ഷ്മി എല്ലാം അറിയുന്നത്. ഇങ്ങോട്ട് നോക്കച്ച. അച്ഛൻ ഇനി അങ്ങനെയൊന്നും പറയല്ല അച്ഛ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ലെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങിയോ ലക്ഷ്മി? ഇങ്ങനൊന്നും പറയല്ല അച്ഛ. അച്ഛനൊന്നും സംഭവിക്കരുതെന്ന് കരുതിയാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. എന്ത് സംഭവിക്കാനാ? ഒരു അപകടം പറ്റുന്നത് സാധാരണയല്ലേ? അത് സംഭവിച്ച ഉടനെ തന്നെ അറിഞ്ഞെങ്കിലല്ലേ എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. അതാ. ആരൊക്കെ ഉണ്ടായാലും എന്റെ മകളുടെ അടുത്ത് ഞാൻ ഉണ്ടാവുന്നത് പോലെ ആവുമനു. എന്റെ കുഞ്ഞിന് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാനിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേ? നിങ്ങളൊക്കെ എല്ലാം മറച്ചു വച്ചപ്പോ നിങ്ങളുടെ അമ്മയായിരിക്കണം ദുസ്വപ്നം കാണിച്ചെങ്കിലും എന്നെ ഉണർത്തിയത്. അച്ഛൻ ഇങ്ങനൊന്നും പറയല്ലേ അച്ഛ. മതി വേഗം രണ്ടാളും ഇറങ്ങാൻ നോക്ക്. നമുക്ക് ഇപ്പൊ തന്നെ ഇങ്ങ് പുറപ്പെട്ടേക്കാം. വേഗം ആവട്ടെ മക്കളെ. ചെല്ലേ. ശരി ചെല്ലേ. ലക്ഷ്മി, നമ്മുടെ ഇളയ മോള മഞ്ചാടി. ജീവിച്ചു തുടങ്ങിയിട്ടില്ല നമ്മുടെ കുഞ്ഞ്. ജീവിച്ചു മതിയായ ഞാൻ വരാം നിന്റെ അടുത്തേക്ക്. എന്റെ പൊന്നുമോൾക്ക് ഒന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ ലക്ഷ്മി.